സ്കെൽട്ടൺ സിസ്റ്റത്തിൽ നമുക്ക് ബോൺസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫങ്ഷൻസ് എന്ത് ചെയ്യാം, നേരെ പോയിട്ടൊന്ന് പഠിക്കാം. സോ ഫസ്റ്റത്തെ ഒന്നാമത്തെ പോയിൻ്റാണ് ബോൺസ് ഗീവ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് ടു ദ ബോഡി ആൻഡ് റെസിസ്റ്റ് എനി ഫോം ഓഫ് സ്ട്രെസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകതരമായിട്ടുള്ള ഷേപ്പും സപ്പോർട്ടും ചെയ്യുന്നത് നമ്മുടെ ബോണാണ്. So next point is that these provide surface for the attachment of muscles, tendon, ligaments. So നമ്മുടെ ബോൺസിന് ഒരു സർഫസ് കൊടുക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ മസിൽ അറ്റാച്ച്മെൻറ്റ്, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ് ഇതെല്ലാം കൂടി വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോൺസിനെ കവർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് ദീസ് സെർവ് ആസ് ലിവേഴ്സ് ഫോർ മസ്കുലാർ ഫങ്ഷൻ. ഇവരെല്ലാം എന്ത് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു ആസ് റിവേഴ്സ് ഫോർ എന്തിനു വേണ്ടിയിട്ട്, മസ്കുലാർ ആക്ഷൻസിന് വേണ്ടിയിട്ട്. സ്കൾ, vertebral column, thoracic cage protect the brain, spinal cord and thoracic vice versa respectively. ഒന്നുമില്ല, സ്കല്ല്, വെർട്ടിബൽ കോളം, thoracic cage ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ഷനാണ് ബോഡി കൊടുക്കുന്നത്. സ്കൾ എന്ത് ചെയ്യുന്നു, ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ വെർട്ടിബൽ കോളം സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ തൊറാസിക്കിനെ, അതായത് നമ്മൾ ലങ്സിനൊക്കെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് ക്ലിയർ ആയാലോ. ബോൺ മാരോ മാനുഫാക്ചേഴ്സ് ബ്ലഡ് സെൽസ്. ബോൺ മാരോ ആണ് നമ്മുടെ ബ്ലഡ് സെൽസിനൊക്കെ ഉണ്ടാക്കുന്നത്. ബോൺസ് സ്റ്റോർ 97% ഓഫ് ദ ബോഡി കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. അതറിയാമെന്ന് വിചാരിക്കുന്നു. ബോണ് 97% എന്തിനാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, കാൽസ്യത്തിനെയും ഫോസ്ഫറസിനെയാണ്. നെക്സ്റ്റ് പോയിന്റ്, ബോൺ മാരോ കണ്ടെയ്ൻ റെക്ടിക്കുലോ എൻഡീലിയൽ സെൽസ് വിച്ച് ആർ ഫാഗോസൈറ്റിക് ഇൻ നാച്ചർ ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. അതായത് ബോൺ മാരോ റെക്ടിക്കുലോ എൻഡോത്തീലിയൽ സെൽസിനെ കണ്ടെയ്ൻ ചെയ്യുന്നു. ഇവർ നാച്ചുറലി ഫാഗോസൈറ്റിക് ആണ്. അതായത് ഏതെങ്കിലും ഫോറിൻ ബോഡി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, അവരെ എൻഗൾഫ് ചെയ്തിട്ട് ഡെസ്ട്രോയ് ചെയ്യുന്നതിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. സോ ഈ സെൽസ് എന്ത് ചെയ്യുന്നു, നാച്ചുറലി ഫാഗോസൈറ്റിക് ആണ്. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ബോഡിക്കുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിൽ എന്ത് ചെയ്യുന്നു, ഇവർ പങ്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ്, ദ ലാർജർ പാരാനേസൽ എയർ സൈനസ് എഫക്ട് ദ ടിംബർ ഓഫ് ദ വോയിസ്. ഒന്നാമത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാരാനേസൽ സൈനസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ എന്ത് ചെയ്യുന്നു, നാലായിട്ട് തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയായിരുന്നു, ഫ്രണ്ടൽ സൈനസ്, സ്ഫീനോയിഡ് സൈനസ്, എത്തിമോയിഡ് സൈനസ്, മാക്സിലറി സൈനസ്. സോ അതിലെ ഏറ്റവും ലാർജസ്റ്റ് പാരാനേസൽ സൈനസ് എന്ന് പറയുന്നത് ഏതാണ്, മാക്സിലറി സൈനസ് ആണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. പാരാനേസൽ എയർ സൈനസിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സൗണ്ടിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത്